വളരെ സന്തോഷകരമായൊരു പരിപാടിയാണിത്. ഒന്നാമത് എഴുത്തുകാരൻ എൻ്റെ വലിയ അനുജ സുഹൃത്തിനെ പോലെ വളരെ അടുത്ത ആളാണ്. അത് വളരെ വളരെ നന്നായി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമേളയാണിത്. പ്രത്യേകിച്ചും ഞാനതിനെ അഭിവാദ്യം ചെയ്യുകയാണ്. നജീം കാന്തപുരം ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഭാവനയുള്ള ഒരു MLA ആണ്. ഇത് മാത്രമല്ല, പല കാര്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലെ അന്താരാഷ്ട്രവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ശരിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലെ കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ചില ചുവടുവെപ്പുകൾ നടത്തുന്നുണ്ട്. ഏതായിരുന്നാലും നല്ലത് തന്നെ. കാരണം ഇത്തരമൊരു വേദി തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന് ആവശ്യമാണ്. കാരണം തിരുവനന്തപുരം അക്ഷരങ്ങളുടെ നാടാണ്. ഒരുപാട് പാരമ്പര്യങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ ബുക്ക് ഫെയർ ഈ നിലയിലല്ലെങ്കിലും ചെറിയ തോതിൽ നടത്തിയിരുന്നു. ഇന്ന് അങ്ങനെയല്ല, പ്രത്യേകമായൊരു പ്രസക്തി കൂടിയുണ്ട്. കാരണം പുസ്തകങ്ങൾ വായിക്കാനുള്ള ആളുകളുടെ താല്പര്യത്തിൽ ഒരു കണക്കിന് കുറവ് വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് പോലെ പുസ്തകങ്ങളുടെ കാലഘട്ടം അവസാനിച്ചു എന്ന് പറയുന്നതൊന്നും ശരിയല്ലെങ്കിൽ പോലും വായനയുടെ ഒരു മങ്ങൽ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വായിക്കാനുള്ള കാര്യങ്ങളിൽ ആവേശമുണ്ടാക്കുന്ന വിധത്തിലുള്ള നല്ലൊരു നടപടിയാണിത്. ഇത് ഭംഗിയായി സംവിധാനം ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് കാന്തപുരത്തിൻ്റെ ഈ സംരംഭം രണ്ടാമത്തെ പുസ്തകമാണ്. കൂടുതൽ എഴുതാനും നല്ല നിലയിൽ തെളിഞ്ഞു വരുവാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങുന്ന ചടങ്ങിന് ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.